നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള ഡ്രൈവിംഗ് ആർക്കെങ്കിലും ഇഷ്ടമില്ലാതെ ഉണ്ടാകുമോ? അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടനാട്ടിലാണ്, വെളിയനാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. മനോഹരമായ പാടമാണ്, നല്ല ആംബിയൻസ് ആണ്. ആ പാടത്തിന് നടുവിലൂടെയുള്ള യാത്രാനുഭവം ശരത്ത് കാട്ടിത്തരും. കുട്ടനാടിന്റെ ഹൃദയത്തിലൂടെ പ്രകൃതിയുടെ പച്ചപ്പും നെല്ലിന്റെ മണമുള്ള കാറ്റും ആസ്വദിച്ച് മനോഹരമായ ഒരു ഡ്രൈവിംഗ് അനുഭവം. അതാണ് വെളിയനാട് വഴിയുള്ള ഇന്നത്തെ യാത്ര. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും. ഓരോ കാലത്തും കുട്ടനാടിന് ഓരോ ഭംഗിയാണ്. നെല്ല് വിളഞ്ഞു നിൽക്കുമ്പോൾ സ്വർണ്ണ ഭംഗി, കൊയ്ത്തു കഴിഞ്ഞാൽ മുടിവെട്ടിയൊതുക്കിയ തല പോലെ മനോഹരം, അല്ലാത്ത കാലത്ത് പച്ചപ്പ്. ഏത് കാലത്ത് വന്നാലും വെളിയനാട് വഴിയുള്ള യാത്ര ഒരു മനോഹരമായ അനുഭവം തന്നെ. കുട്ടനാടിൻ നീളം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. കരികളാൽ ചുറ്റപ്പെട്ട ഒരു നാടാണ് വെളിയനാട്. രാമങ്കരി, ഉരിക്കരി, മിത്രക്കരി, കുമരങ്കരി, കണ്ടങ്കരി, പാണ്ടങ്കരി, അങ്ങനെ കരികൾ, കുന്നങ്കരി ഉൾപ്പെടെയുള്ള കുറെ കരികൾക്കിടയിൽ കരികളില്ലാത്ത ഒരു സ്ഥലമാണ് വെളിയനാട്. നിങ്ങൾ എന്റെ കുട്ടനാട്ടിലേക്ക് വാ, എന്റെ വെളിയനാട്ടിലേക്ക് വാ. നല്ല ഭക്ഷണം തരാം, നല്ല വിശ്രമ സ്ഥലം തരാം, നല്ല കാഴ്ചകൾ തരാം, നല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ ഈ വെളിയനാട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പാടത്തിന് നടുവിലൂടെ ഒരു തോണി പോലെ KSRTC ബസ് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. വഴിയിൽ ചുവപ്പും റോസും നിറത്തിൽ പൂത്തു നിൽക്കുന്ന പൂക്കളും ഈ യാത്ര മനോഹരമാക്കും. മണ്ണിനുമിവൾ പോലെ മനം തുടിക്കും. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി ഗ്രാമത്തിന്റെ ശാന്തതയിൽ അലിഞ്ഞു ചേരാൻ വെളിയനാട് പോലെ മനോഹരമായ മറ്റൊരു ഗ്രാമമുണ്ടോ എന്ന് സംശയമാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ ഇനി ഒന്നും നോക്കണ്ട, നേരെ വെളിയനാടേക്ക് സ്റ്റിയറിംഗ് പിടിച്ചോളൂ. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് SS, റിപ്പോർട്ടർ ആലപ്പുഴ. എന്തായാലും വീക്കെൻഡ് ഒക്കെ അല്ലേ, വെളിയനാട്ടേക്കോ ഏതെങ്കിലും നാട്ടിലേക്കോ ഒക്കെ ഒന്ന് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കൂ. യാത്രകളാണ് നമ്മളെ പുതുക്കുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക, അങ്ങനെ കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യരാവുക.